ഹലോ. സോ ഞാൻ കുറച്ച് നാളായിട്ട് ടെക്കീലയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വീണ്ടും റമ്മിലോട്ടൊന്ന് സ്വിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പുതിയൊരു കുറച്ച് കോക്ടെയിൽസ് ട്രൈ ചെയ്യാമെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ക്ലാസിക് കോക്ടെയിൽസിലോട്ട് തിരിച്ചു പോകാമെന്ന്. ഞാൻ ആദ്യം കോക്ടെയിൽസ് ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ക്ലാസിക് കോക്ടെയിൽസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറേ വേരിയേഷൻസ് ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഡാക്രി ഓർത്തത്. ഡാക്രി ഞാൻ പണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയൊരു ഫാൻ അല്ല, പക്ഷേ ഞാൻ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾസോ ഒരു ഡാക്രിയുടെ വേറൊരു വേരിയേഷനും കൂടി ഞാൻ കണ്ടു. സോ ഈ വീഡിയോയിലും ട്രൈ ചെയ്യാൻ പോണത് ഡാക്രി ആൻഡ് ഡ്രൈ ഡാക്രി. ഡാക്രി ഭയങ്കര ഒരു ബേസിക് ഫ്ലേവറാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് 1 ounce ഫ്രഷ്ലി സ്ക്വീസ്ഡ് ലൈം ജ്യൂസ്. ദെൻ സിമ്പിൾ സിറപ്പ് ആണെങ്കിൽ 1 ounce ആണ് വേണ്ടത്. പക്ഷേ എൻ്റെ റിച്ച് സിമ്പിൾ സിറപ്പാണ്. 2:1 റേഷ്യോയിലാണ് ഞാൻ ഉണ്ടാക്കിയ സിമ്പിൾ സിറപ്പാണ്. അതുകൊണ്ട് ഐ എം ടേക്കിംഗ് 3/4 ounce. സോ നെക്സ്റ്റ് നമ്മുടെ റമ്മാണ്. വൈറ്റ് റമ്മാണ്, പ്ലാന്ററേ ആണ്. അത് ഓൾമോസ്റ്റ് തീരാറായി. വലിയൊരു കുപ്പി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യണേ. സോ വൈറ്റ് റം 2 ounce ആണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ ഇനി ഇതെല്ലാം കൂടെ ഐസ് ഇട്ടിട്ട് ഷേക്ക് ചെയ്തെടുക്കും. ദാറ്റ്സ് ഇറ്റ്, പ്രിറ്റി ഈസി. നമ്മളിതിന് യൂസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഗ്ലാസ് ആണ്. ഞാനത് ചില്ല് ചെയ്യാൻ വെച്ചേക്കാണ്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുക്കണം. സോ ചിൽഡ് ഗ്ലാസ്സിലാണ് നമ്മളിത് സെർവ് ചെയ്യുക. സോ ഷേക്കിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ചിൽഡ് ഗ്ലാസ്സിലോട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കും. സോ ഗ്ലാസ് റെഡിയാണ്. ഓൾമോസ്റ്റ് ചില്ലായെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഇപ്രാവശ്യം ഗാർണിഷ് ചെയ്യാനായിട്ട് ചെറിയൊരു ലൈം വീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്കതും കൂടെ വെച്ചേക്കാം. പ്രസൻറ്റേഷൻ ആണല്ലോ. യപ്പ്, അപ്പോൾ സംഭവം റെഡിയാണ്. നമുക്ക് ടിസ് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിളായിട്ടുമാണ് ആൻഡ് ഭയങ്കര ബേസിക് ഫ്ലേവറാണ്. ആ ഒരു സവർനെസ്സും പിന്നെ ഷുഗറും കൂടെ അതിൻ്റെ കൂടെ റമ്മ്. ദാറ്റ്സ് ഇറ്റ്. സോ ചുമ്മാ വീട്ടിലൊരു ദിവസം ഇരിക്കുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ്. ലൈമും പഞ്ചസാരയും മതി ബേസിക്കലി. സിമ്പിൾ സിറപ്പ് ആക്കി എടുക്കണമെന്നില്ല, പഞ്ചസാര വെച്ച് ഉണ്ടാക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. സോ ആ ലൈമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഈസി റം ഡ്രിങ്ക്. ആൻഡ് പിന്നൊരു കാര്യം, നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ ആണെങ്കിൽ ഇതിൻ്റെ ലെവൽസ് മാറ്റാം കേട്ടോ. ഇതിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് മാറ്റാം. നിങ്ങൾക്ക് കുറച്ചുകൂടി പുളി വേണമെന്നാണെങ്കിൽ ലൈം ജ്യൂസിൻ്റെ എമൗണ്ട് കൂട്ടാം, ഷുഗറിൻ്റെ എമൗണ്ട് കുറയ്ക്കാം. അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസ് പോലെ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ദ സ്റ്റാൻഡേർഡ് ഇസ് 2 ounce rum, 1 ounce simple syrup and 1 ounce lime juice. പക്ഷേ ആൾക്കാരുടെ പ്രിഫറൻസിനനുസരിച്ച് മാറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ റിച്ച് സിമ്പിൾ സിറപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് 3/4 ounce യൂസ് ചെയ്തത്. സോ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ആൻഡ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. സോ ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഐറ്റം ഈസ് ഡ്രൈ ഡാക്രി. അതൊരു വേരിയേഷനാണ് ഡാക്രിയുടെ തന്നെ. ഇത് ഞാൻ ഡാക്രി സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കണ്ടതായിരുന്നു. നോക്കിയപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിലിരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. So we'll start off with 1/2 ounce of lime juice. Then 1/2 ounce of simple syrup. So next item Campari ആണ്. ഇതൊരു ലിക്കോറാണ്. ഇതിൽ ആൽക്കഹോൾ ഉണ്ട്, 24% ആൽക്കഹോൾ ഉണ്ട്. ഇത് ഒരു സ്വീറ്റ്നെസ് പ്ലസ് ബിറ്റർനെസ് വരുന്നൊരു ലിക്കോറാണ്. സോ Campari is 1/4 ounce. നെക്സ്റ്റ് നമ്മൾ പാഷൻ ഫ്രൂട്ട് സിറപ്പാണ് ആഡ് ചെയ്യണേ. ഇതും ഞാൻ മുന്നത്തെ കുറച്ച് ഡ്രിങ്ക്സിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇവിടെ സ്ഥിരമുള്ള സാധനമാണ് പാഷൻ ഫ്രൂട്ട്. അതിൻ്റെ ഫ്ലേവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ പാഷൻ ഫ്രൂട്ട് സിറപ്പ് ജസ്റ്റ് ഡാഷ് എന്നാണ് ഇവർ പറയുന്നത്. ഞാനൊരു ബാർ സ്പൂണാണ് ആഡ് ചെയ്യണത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ റമ്മാണ്. പ്ലാന്ററേ സ്ഥിരം ഐറ്റം. ആൻഡ് 1.5 ounce ആണ് ഞാൻ ആഡ് ചെയ്യണത്. സോ അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ഐസ് ആഡ് ചെയ്യും, ഷേക്ക് ചെയ്തെടുക്കണം. ഞാൻ ലാസ്റ്റ് ടൈം പോലെ തന്നെ ചിൽഡ് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ചിൽഡ് ഗ്ലാസ് നമ്മൾ ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാം. So chilled glass is here. ലാസ്റ്റ് ടൈം പോലെ തന്നെ ഒരു ലൈം വീൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
സെറ്റാണ്. ആ കമ്പാരി ആഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കളറും കൂടെ വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. ഇൻട്രസ്റ്റിംഗ്. ആ ബിറ്റർനെസ് കുറച്ച് കയറി നിൽപ്പുണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് പാഷൻ ഫ്രൂട്ട് ഭയങ്കര കുറച്ചേ കിട്ടുന്നുള്ളൂ. ഇറ്റ്സ് സ്റ്റിൽ എ ഗുഡ് മിക്സ്. പക്ഷേ ഐ തോട്ട് കുറച്ചും കൂടെ പാഷൻ ഫ്രൂട്ടിൻ്റെ കയറി വരുമായിരിക്കും എന്ന്. എന്നാലും ലൈം നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ആ കമ്പാരിയുടെ ബിറ്റർനെസ് നമുക്ക് കിട്ടുന്നുണ്ട്. സിമ്പിൾ സിറപ്പ് ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു ഷുഗറും സംഭവമുണ്ട്. ഇതൊരു നൈസ് മിക്സ് ആണ്. ഐ വാസ് എക്സ്പെക്ടിങ് കുറച്ചും കൂടെ ആ ഒരു പാഷൻ ഫ്രൂട്ട് ഫ്ലേവർ. മേ ബി ഐ ഷുഡൻറ്റ് ഹാവ്. എനിക്ക് പാഷൻ ഫ്രൂട്ട് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനത് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഭയങ്കര കുറവേ ആഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് മേ ബി ഇറ്റ്സ് ജസ്റ്റ് ലോസ്റ്റ് ഇൻ ദ ഹോൾ മിക്സ്. സോ മേ ബി നെക്സ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആഡ് ചെയ്ത് നോക്കും. ഒരു 1/4 ounce ഓഫ് പാഷൻ ഫ്രൂട്ട് സിറപ്പ് എങ്ങനെ ഞാൻ ചിലപ്പോൾ ആഡ് ചെയ്ത് നോക്കുമായിരിക്കും, എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് അറിയാനായിട്ട്. ബട്ട് ആസ് ഇറ്റ് ഈസ് റിയലി നൈസ്. യു ഗൈസ് ക്യാൻ ട്രൈ ഇറ്റ്. ഇറ്റ്സ് വെരി ഗുഡ്. ആ ഒരു കമ്പാരിയുടെ ബിറ്റർനെസ് നിങ്ങൾ എന്തായാലും നോക്കുക. കാരണം അത് ഇച്ചിരി കയ്പ്പ് ടേസ്റ്റ് എന്തായാലും കയറി വരും. എനിക്കത് ഇഷ്ടമാണ്. ഞാൻ കമ്പാരി വെച്ചിട്ടുള്ള വേറെ ടീക്കി ഡ്രിങ്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കയ്പ്പ് ഫ്ലേവർ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ മേ ബി ഡോണ്ട് ട്രൈ ദിസ് വൺ. ജസ്റ്റ് ട്രൈ ദ റെഗുലർ ഡാക്കിറി. സോ ദാറ്റ്സ് അവർ 2 drinks, ഡ്രൈ ഡാക്കിറി ആൻഡ് ഡാക്കിറി. സോ ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പ്രോബബ്ലി വീണ്ടും കുറച്ച് ക്ലാസിക് കോക്ടെയിൽസ് ആയിരിക്കാനാണ് ചാൻസ്. ഓക്കെ, ബൈ.